മാസപ്പടി കേസിൽ വീണയുടെ അറസ്റ്റിന് മുന്നോടിയായി ഇഡിയുടെ നിർണായക നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന പിണറായി വിജയന്റെ മകൾ വീണയുടെ ആസ്തി വിവരങ്ങൾ ഇഡി ശേഖരിച്ചതോടുകൂടി കേസിൽ നിർണായക നീക്കമായി മാറിയിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെ തുടരന്വേഷണ നടപടികളെക്കുറിച്ച് യോഗത്തിൽ തീരുമാനമുണ്ടാകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ദക്ഷിണ മേഖലാ മേധാവിയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ നിർണായക അവലോകന യോഗമാണ് കൊച്ചിയിൽ നടന്നുവരുന്നത്. DMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണത്തിന്റെ തുടർ നടപടികളാണ് പ്രധാനമായും ചർച്ചയാവുക. കേസുമായി ബന്ധപ്പെട്ട് വീണയെ 2 തവണ ചോദ്യം ചെയ്തതിന് പിന്നാലെ കുടുംബത്തിന്റെ ആസ്തി വിവരങ്ങൾ ഇഡി ശേഖരിച്ചു കഴിഞ്ഞു. വീണ പറഞ്ഞതിന്റെ 10 മടങ്ങ് അനധികൃത സ്വത്ത് വീണയുടെ അക്കൗണ്ടുകളിലും ബിനാമി അക്കൗണ്ടുകളിലും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവവും യോഗത്തിൽ ചർച്ചാ വിഷയമാണ്. സംഭവത്തിലെ ഗൂഢാലോചന, തുടർ നിയമ നടപടികൾ എന്നിവയും യോഗത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഇഡി ആക്രമിക്കാനുള്ള തീരുമാനം പാർട്ടി സംസ്ഥാന നേതാക്കളുടെ അറിവോടെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണയ്ക്കുള്ള കുറ്റപത്രത്തിന്റെ 134 അനുബന്ധ രേഖകൾ ഇഡിക്ക് ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. കരിമണൽ കമ്പനിയും വീണയും നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖയാണ് ഇത്. നേരത്തെ ഈ രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ ആയിരുന്നില്ല. ആദ്യം ചോദ്യം ചെയ്യലിൽ പല രേഖകളും ഹാജരാക്കാൻ കൂടുതൽ സാവകാശം വേണമെന്ന് ഇഡിയോട് വീണ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. നേരത്തെ ഹാജരായപ്പോൾ വീണ നൽകിയ അക്കൗണ്ട് വിശദാംശങ്ങളും കരാർ രേഖകളും ഇഡി പരിശോധിച്ചിരുന്നു. ഇതേ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിലെ ലോക്കർ അടക്കം തുറന്ന പരിശോധന നടത്തിയിരുന്നു. വീണയുടെ ചോദ്യം ചെയ്യലിന് തുടർച്ചയായി CMRL, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്നീ കമ്പനികളുടെ ഡയറക്ടർമാരായ കരിമണൽ കർത്ത കുടുംബത്തെയും ചോദ്യം ചെയ്തിരുന്നു. MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ S കർത്ത, വീണയ്ക്ക് വായ്പ നൽകിയ എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാരായ ഷിബി S കർത്ത, മകൻ ശരൺ S കർത്ത, മരുമകൻ അനിൽ ആനന്ദ് പണിക്കർ എന്നിവരടക്കം 6 പേരാണ് ചോദ്യം ചെയ്തത്. 2024 ആരംഭിച്ച അന്വേഷണത്തിനിടയിൽ ആരുടെയും അറസ്റ്റ് ഇതുവരെ ഇഡി രേഖപ്പെടുത്തിയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെയുള്ള CMRLന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടുകൂടിയാണ് ചോദ്യം ചെയ്യലിന് കളമൊരുങ്ങിയത്. അന്വേഷണത്തിനെതിരെ നേരത്തെ CMRL സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നെങ്കിലും അന്വേഷണവുമായി മുന്നോട്ടു പോകാം എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. അതേസമയം വീണ വിജയൻ കോടതിക്ക് മുന്നിലുള്ള കക്ഷിയല്ലാത്തതിനാൽ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് ഇഡി കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലവുമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും വളരെ വിപുലമായ മാനങ്ങളുള്ള കേസാണിതെന്നുമാണ് ഇഡി കോടതിയിൽ വാദിച്ചത്. ബാംഗ്ലൂർ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഹൈക്കോടതിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഇഡി കോടതിയെ അറിയിച്ചിരുന്നു. വരുന്നയാഴ്ച വീണയുടെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് ഇഡി വൃത്തങ്ങൾ പറയുന്നത്. വീണയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുമോ അതോ റിമാൻഡ് ചെയ്യുമോ എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. മാസപ്പടി വാങ്ങിയത് എന്ത് സേവനമാണ് കരിമണൽ കമ്പനിക്ക് ചെയ്തു കൊടുത്തതെന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് വീണയിൽ നിന്ന് മറുപടിയൊന്നും തന്നെ ഉണ്ടായില്ല. വെറുതെ എന്തിന് പണം പറ്റിയെന്ന ചോദ്യത്തിനും ഉത്തരമുണ്ടായില്ല. വീണയ്ക്ക് മാസപ്പടി ലഭിച്ചുവെന്നത് മാത്രമല്ല, കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ വഴിവിട്ട് സഹായങ്ങൾ നൽകിയെന്നതും മറ്റൊരു ഗുരുതരമായ വീഴ്ചയാണ്. CMRL എക്സാലോജിക് മാസപ്പടി കേസ് അന്വേഷണം ശക്തമാകാൻ തന്നെ ഇഡിയുടെ നീക്കം. കേസിൽ കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനും സാധ്യതയുള്ളതായി അറിയുന്നു. ഡൽഹിയിൽ നിന്ന് ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെ ഇഡി ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് വലിയ വാർത്തയായിരുന്നു. എന്തായാലും ഇതിനൊക്കെ തന്നെ ഒരു അന്ത്യം വരാൻ ഇനി അധിക നാൾ വേണ്ട എന്ന് വ്യക്തമാവുകയാണ്.